ലോകകപ്പ് സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിൽ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ട്രോഫികൾ നേടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. എന്നാൽ അത് രണ്ടും ചെയ്ത രാജ്യമായിരുന്നു അർജൻറ്റീന. നീലയും വെള്ളയും നിറഞ്ഞ ആ ഒരു ജേഴ്സി അവർക്കൊരു യൂണിഫോം മാത്രമല്ലായിരുന്നു. കോടിക്കണക്കിന് ആരാധകരുള്ള അവർക്ക് അതൊരു വികാരമായിരുന്നു. 1930 ആദ്യ ലോകകപ്പിൽ തന്നെ ഫൈനലെത്തിയ അർജൻറ്റീന ലോക ഫുട്ബോളിൽ തങ്ങൾ ആരാണെന്ന് അന്നേ കാണിച്ചു കൊടുത്തിരുന്നു. എന്നാൽ യഥാർത്ഥ വിപ്ലവം അന്നും തുടങ്ങിയിരുന്നില്ല. അത് ആരംഭിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 1978 സ്വന്തം മണ്ണിൽ സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ തന്നെ ആദ്യമായി ലോകകപ്പ് ട്രോഫി ഉയർത്തിയ ആ നിമിഷം രാജ്യത്ത് എല്ലാവരും ഇപ്പോഴും മറക്കാത്ത അനുഭവം മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് 1986 ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു അധ്യായങ്ങളിലൊന്ന് എഴുതപ്പെട്ടു. ഡിയാഗോ മറഡോണ എന്ന് കേൾക്കുമ്പോൾ ആ സ്റ്റേഡിയങ്ങൾ നിറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ ഒരു വശത്ത് ഹാൻഡ് ഓഫ് ഗോളും മറുവശത്ത് നൂറ്റാണ്ടിൻ്റെ ഗോളും. ആ ലോകകപ്പ് മറഡോണയുടേതായിരുന്നു, അർജന്റീനയുടേത്. എന്നാൽ പിന്നീട് വന്ന നീണ്ട കാത്തിരിപ്പിൻ്റെ വർഷങ്ങൾ. 1990 ഫൈനൽ നഷ്ടമായി, 2014 ഫൈനൽ നഷ്ടമായി. ഓരോ തവണയും സ്വപ്നം കൈവിട്ടുപോയി. എന്നാൽ ഒരു മനുഷ്യൻ പ്രതീക്ഷ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു: ലിയണൽ ആന്ദ്രിയാസ് മെസ്സി. ചിലർ അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന് വിളിച്ചു, ചിലർ ലോകകപ്പില്ലാത്ത പ്രതിഭ എന്ന് വിമർശിച്ചു. എന്നാൽ 2022 ഖത്തറിലെ മരുഭൂമിയിൽ മെസ്സി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥ പൂർത്തിയാക്കി. ഫൈനലിൽ ഫ്രാൻസിനെതിരെ നടന്ന പോരാട്ടം വെറും ഒരു മത്സരം മാത്രമായിരുന്നില്ല, അത് വിധിയും ചരിത്രവും തമ്മിൽ ഏറ്റുമുട്ടലായിരുന്നു. അവസാന ലോകകപ്പ് ട്രോഫി മെസ്സിയുടെ കൈകളിലേക്ക് ഉയർന്നപ്പോൾ ലോകം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് കണ്ടു. ഇന്ന് 2026 ലോകകപ്പിലേക്ക് അർജന്റീന വീണ്ടും എത്തുന്നു. മെസ്സിയുടെ അവസാന ലോകകപ്പ് ആകുമോ, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ തുടക്കമോ? ജൂലിയൻ അൽവരസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്അലിസ്റ്റർ പുതിയ നായകന്മാർ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം മാത്രം മാറുന്നില്ല: അർജന്റീനയുടെ ലക്ഷ്യം വിജയം മാത്രമാണ്. കാരണം അർജന്റീനയിലേക്ക് ലോകകപ്പ് ഒരു ടൂർണമെൻറ്റ് മാത്രമല്ല, അത് അവരുടെ ചരിത്രമാണ്, അവരുടെ അഭിമാനമാണ്, അവരുടെ ജീവിതമാണ്. 2026 അവർ വീണ്ടും വരുന്നു, കിരീടം സംരക്ഷിക്കാൻ, ചരിത്രം വീണ്ടും എഴുതുവാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വരുന്ന വേൾഡ് കപ്പ് ആര് കിരീടം ചൂടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത്? മറ്റൊരു ടീമിൻ്റെ വീഡിയോയുമായി വീണ്ടും വരാം.